സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ്. പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ, ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ്. നമ്മുടെ ചികിത്സ തുടർന്നു പോകും. തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം. കനത്ത ചൂടിൽ തളർന്നു വീണ വയോധികന് രക്ഷകനായി മുള്ളൂർക്കര വരവൂർ സ്വദേശി നിഷാദ്. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് സമീപം തമിഴ്നാട് മധുരൈ സ്വദേശിയായ പ്രഭാകരനാണ് ഉച്ചയോടുകൂടി തളർന്നു വീണത്. രക്ഷകനായി നിഷാദ് എത്തുകയായിരുന്നു. കനത്ത ചൂടിനെ തുടർന്ന് തളർന്നു വീണ വയോധികന് രക്ഷകനായി എത്തി നിഷാദ് വരവൂർ. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് സമീപം വെച്ചാണ് തമിഴ്നാട് മധുര സ്വദേശിയായ 52 വയസ്സുള്ള പ്രഭാകരൻ നടന്നു പോകുന്നതിനിടെ ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി തളർന്നു വീണത്. വായിൽ നിന്ന് നുരയും പതയും വരികയായിരുന്നു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ഭാരതപ്പുഴയോരത്ത് ഐസ്ക്രീം കച്ചവടം ചെയ്യുകയും ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ലൈഫ് ഗാർഡ് നിഷാദ് വരവൂർ വീട്ടിലേക്ക് ഐസ്ക്രീം വണ്ടിയിൽ പോകുമ്പോഴാണ് റോഡിന്റെ ഫുട്പാത്തിൽ പ്രഭാകരൻ പിടയുന്നത് കണ്ടത്. ഉടനെ വണ്ടി നിർത്തി പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷപ്പെടുത്തി. തുടർന്ന് ഇദ്ദേഹത്തിന് വെള്ളം നൽകിയും ഭക്ഷണം കഴിക്കാനുള്ള പണവും നൽകിയാണ് തൃശൂരിലേക്ക് പറഞ്ഞയച്ചത്. ജോലി ആവശ്യവുമായി തൃശൂരിലേക്ക് ബസ് കയറാൻ പ്രഭാകരൻ പോകുമ്പോഴാണ് തളർന്നു വീണത്. നിഷാദ് ഇതിനോടകം നിരവധി ആളുകളെ, ഭാരതപ്പുഴയുടെ ആഴങ്ങളിൽപ്പെട്ട നിരവധി ആളുകളെ നിഷാദ് ഇതിനോടകം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആളെ പെട്ടെന്ന് ഇങ്ങനെ റോട്ടിൽ കിടന്നിട്ട് പെടയണ മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ നോക്കിയപ്പോൾ ആളിന്ന് വായെന്ന് നൊരയും പതി വന്നിരുന്നു. അപസ്മാരമാണ് സംഭവം. അപ്പോൾ ചാവി അപ്പുറത്തെ കടയിൽ നിന്ന് ചാവി മേടിച്ച്, ഇരുമ്പിൻ്റെ ചാവി മേടിച്ച് കൊടുത്തു. അപ്പോൾ നോർമലായി. തമിഴ്നാട് സ്വദേശി എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വണ്ടി റെയിലിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, എടുക്കാൻ വേണ്ടിയിട്ട് ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ലാസ്റ്റത്തെ സ്റ്റേജ് ആയിരുന്നു. പിന്നെ എന്താ വെച്ചാൽ വെള്ളം ഒന്നും ഇല്ലാത്ത കാരണം എനിക്ക് പിന്നെ ഒന്നും കാര്യമായിട്ട് പറ്റിയിട്ടില്ല. അപ്പം നോർമലായി. ന്യൂസ് ഡെസ്ക് CCV.